Okay, welcome back to Rujan PSK Tele classes. Our next topic, kinematic equations of uniformly accelerated motion. Moon equations of motion, v equal u plus at, s equal ut plus half at square, v square equal u square plus 2s. ആ മൂന്ന് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുക ഏതിനാണ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനാണ്. അതാണ് കൈനമാറ്റിക് ഇക്വേഷൻസ് അല്ലേ. ആ മൂന്ന് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ് ബൈ കാൽക്കുലസ് മെത്തേഡ് വഴി ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കേസ് ഇങ്ങനെയാണ്. ഇത് ഒറിജിനിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്. ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? യൂണിഫോംലി ആക്സലറേറ്റഡ്. അപ്പോൾ യൂണിഫോം ആക്സലറേഷനിൽ അതിങ്ങനെ മൂവ് ചെയ്യാണ്. ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്യാന്ന് വെച്ചാൽ വെലോസിറ്റി ഒരേ ഓർഡറിൽ ഇങ്ങനെ ഇൻക്രീസ് ആയി വരികയാണ്. ഓക്കെ, അപ്പോൾ അത് ഈ പോയിന്റിൽ ഞാൻ ടൈം സീറോ എടുത്തു. അപ്പോൾ നമ്മൾ ഇത് അനലൈസ് ചെയ്യുന്നത് ഈ പോയിന്റ് മുതൽ അങ്ങോട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ടൈം സീറോ എടുത്തു. ഈ പൊസിഷനെ നമ്മൾ x0 എന്ന് എഴുതി. x0 പൊസിഷൻ മെഷർ ചെയ്യുക എവിടെ മുതലാണ്? ഒറിജിൻ മുതൽ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ x0 എന്ന് എഴുതിയാൽ ഈ ഡിസ്റ്റൻസ് ആണ് x0. ഇതല്ല നമ്മൾ മുമ്പേ ചെയ്തതാണ്. ആ സമയത്ത് ഞാൻ ടൈം സീറോ എടുത്തു. സ്റ്റാർട്ടിങ് എന്നുള്ള ഉദ്ദേശത്തിൽ ടൈം സീറോ എടുത്തു. അപ്പോൾ ഈ പോയിന്റിലുള്ള വെലോസിറ്റി u എന്നെടുത്തു. ഈ പോയിന്റിൽ വെലോസിറ്റി u ആണ്, ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. പിന്നെ ആക്സലറേഷൻ ഉണ്ടല്ലോ, യൂണിഫോം ആക്സലറേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ വെലോസിറ്റി എന്താവും? u എന്ന് വിളിക്കുന്ന ആ വെലോസിറ്റി ഒരേ ഓർഡറിൽ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഒരേ ഓർഡറിൽ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതല്ലേ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. അങ്ങനെ അത് x എന്ന് വിളിക്കുന്ന വേറൊരു പൊസിഷനിലെത്തി. x എന്നുള്ള വേറൊരു പൊസിഷനിൽ അതെത്തി. അപ്പോൾ നമ്മൾ അവിടെ x എന്ന് എഴുതിയാൽ അർത്ഥം ഒറിജിൻ മുതൽ അവിടെ വരെ x ആണ്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എവിടെ മുതൽ എവിടെ വരിക? നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ. അപ്പോൾ ഇത് ടോട്ടൽ എക്സും ഇത് x0. അപ്പോൾ ഇതായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ x മൈനസ് x0 ആയിരിക്കും നമ്മുടെ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. ഇനി വെലോസിറ്റി, സ്റ്റാർട്ടിംഗ് വെലോസിറ്റി ഞാൻ u എടുത്ത്. വെലോസിറ്റി ഇങ്ങനെ ഒരേ ഓർഡറിൽ ചേഞ്ച് ആവുന്നു, യൂണിഫോം ആക്സലറേഷനാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി ഞാൻ v എന്നെടുത്തു. u മാറി v ആയി. ഇനി ഇവിടെ ഞാൻ സ്റ്റാർട്ടിംഗ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ടൈം സീറോ എടുക്കുന്നത് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ടൈം സീറോ എടുക്കാം. ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് ടൈം നമുക്ക് സീറോ എടുക്കാം. ഇനി ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ടൈം ഞാൻ t എന്നെടുത്തു. ഇപ്പോൾ t 5 സെക്കൻഡാണ്. അർത്ഥം എന്നാ? ഇവിടെ നിന്ന് ഇവിടെ എത്താനുള്ള ടൈം എത്രയാണ്? 5 സെക്കൻഡാണ്. ആ 5 സെക്കൻഡ് പറയുന്നതിന് പകരം നമ്മൾ t എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. ടൈം t ആണ്. ഓക്കെ, ഇനി കാൽക്കുലസ് മെത്തേഡ് വഴിയാണ് ചെയ്യേണ്ടത്. നമ്മൾ മുമ്പ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. dx by dt അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ എന്ന് പറയാം. എക്സ് പൊസിഷൻ അല്ലെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയും. ഇതെല്ലാം നമ്മൾ പറഞ്ഞെന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ, ഇതാണ് വെലോസിറ്റി. അതുപോലെ ആക്സലറേഷൻ ഇങ്ങനെ പഠിച്ചിന്. dv by dt, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. dv by dt ഇത് വായിക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് dx by dt, ആക്സലറേഷൻ dv by dt. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്ന മെത്തേഡ് ഇതിനാണ് കാൽക്കുലസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചു. ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യാൻ പോവാണേ. ആക്സലറേഷൻ ഈക്വൽ ടു dv by dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ് ആക്സലറേഷൻ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നു, ഈ dt നെ നിങ്ങൾ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് എടുക്കുന്നു. അപ്പോൾ എന്താ? a dt ഈക്വൽ ടു dv. അപ്പോൾ dv ഈക്വൽ ടു എന്ത് കിട്ടും? a dt. ഇവിടെ നമ്മുടെ മോഷൻ എങ്ങനെയുള്ള മോഷനാണ്? യൂണിഫോംലി ആക്സലറേറ്റഡ് ആണ്. അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ അല്ലേ. യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ എന്താണ്? യൂണിഫോം കോൺസ്റ്റൻ്റ് ആണ്. ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, യൂണിഫോം ആണ്.
വെലോസിറ്റി ഒരേ ഓർഡറിൽ ചേഞ്ച് ആവും, വെലോസിറ്റി ഒരേ ഓർഡറിൽ ഇങ്ങനെ ചേഞ്ച് ആവും, പക്ഷേ ആക്സലറേഷൻ യൂണിഫോം ആണ്, കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നിങ്ങൾ മാത്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മാത്സിൽ 2 ബേസിക് ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രേഷനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു തന്നു എന്ന് പറഞ്ഞു. അത് ഞാൻ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെ പറ്റി നന്നായിട്ട് ഐഡിയ വേണേ, എങ്കിലേ ഇത് ചെയ്യാൻ പറ്റൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ് ചോദിക്കാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻ്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ഫിസിക്സിൽ എടുക്കാൻ വേണ്ടിയാണ് അതിൻ്റെ മാത്സിൽ അതിൻ്റെ ബേസിക് ക്ലാസ് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഓർമ്മ വേണം, എങ്കിലേ ഇത് ചെയ്യാൻ പറ്റൂ. ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ് ചോദിക്കാം. കാരണം നിങ്ങൾ ഇതുവരെ പഠിക്കാത്തൊരു സാധനമായതുകൊണ്ട് ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഡി വി ഈക്വൽ ടു എ ഡി ടി എന്ന് വരും. ഈ ഇക്വേഷൻ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേഷൻ്റെ ചിഹ്നം എങ്ങനെയാണ്? മാത്സിൽ കേട്ടിട്ടുണ്ടാവില്ലേ? ഇങ്ങനെയാണ്, ഇൻ്റഗ്രൽ ഡി വി എന്ന് പറയും. ഇൻ്റഗ്രൽ ഡി വി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഡി ടി. അപ്പോൾ 2 സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതുവരെ ഇൻ്റഗ്രൽ ഡി വി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഡി ടി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻസിനെ പുറത്തെടുക്കാം. ഇവിടെ യൂണിഫോംലി ആക്സലറേറ്റ് ആണ്, ആക്സലറേഷൻ യൂണിഫോം ആണ്. അപ്പോൾ ആരാ കോൺസ്റ്റൻറ്റ്? ആക്സലറേഷൻ യൂണിഫോം ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആക്സലറേഷൻ പുറത്തെടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ ഡി വി ഈക്വൽ ടു, ഇവിടെ നിന്ന് ആക്സലറേഷൻ പുറത്തെടുക്കുക. ആക്സലറേഷൻ യൂണിഫോം ആണ്, കോൺസ്റ്റൻ്റ് ആണ്, അങ്ങനെയുള്ള മോഷനാണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആരാണോ അത് പുറത്തെടുക്കുക, ഈ സിമ്പലിൻ്റെ പുറത്തെടുക്കുക. അപ്പോൾ എ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി എന്ന് വായിക്കും. ഇൻ്റഗ്രൽ ഡി ടി. ഓക്കെ, ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ളത്, ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലുള്ളത് ഡി വി എന്ന് പറയുമ്പോൾ സംഭവം വെലോസിറ്റി അല്ലേ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ വെലോസിറ്റി അല്ലേ ഉള്ളത്, ഇവിടെയുള്ളത് ടൈമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്തു. ആക്സലറേഷൻ യൂണിഫോം ആണ്, അപ്പോൾ ആക്സലറേഷൻ പുറത്തെടുത്തു, കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. പിന്നെ ഡി ടി, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡി ടി ടൈമാണ് ഉള്ളത്, ഇവിടെ വി വെലോസിറ്റിയാണ് ഉള്ളത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ലിമിറ്റ് കൊടുക്കേണ്ടത് വെലോസിറ്റിക്കാണ്. എന്ന് വെച്ചാൽ വെലോസിറ്റിക്ക് ലിമിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ കൊടുക്കുക. അതിൻ്റെ പേരാ ലോവർ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയും. ലോവർ ലിമിറ്റ്, ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ കൊടുക്കുക, ഫൈനൽ വെലോസിറ്റി ഇവിടെയും കൊടുക്കുക. ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ, ഫൈനൽ വെലോസിറ്റി ഇവിടെ, അതിൻ്റെ പേര് അപ്പർ ലിമിറ്റ്. അപ്പോൾ നോക്കൂ, നമ്മൾ മൂവ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇവിടെ മുതൽ ഇവിടെ വരെയല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി വി അല്ലേ? അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ, ഫൈനൽ വെലോസിറ്റി ഇവിടെ കൊടുക്കുക. അത് വെലോസിറ്റി കൊടുക്കാൻ കാരണം ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലുള്ളത് വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റിക്കാണ് നിങ്ങൾ ലിമിറ്റ് ചെയ്ത് വരാൻ ലിമിറ്റ് കൊടുക്കേണ്ടത്. ഇവിടെയുള്ളത് ഡി ടി ടൈമാണ്. അപ്പം ഇനീഷ്യൽ ടൈം ഇവിടെ എഴുതുക, ഫൈനൽ ടൈം ഇവിടെ എഴുതുക. ഇനീഷ്യൽ ടൈമും ഫൈനൽ ടൈമും ടൈം ആയതുകൊണ്ട് അത് എഴുതുക. ഇനീഷ്യൽ ടൈം സ്റ്റാർട്ടിങ് നമ്മൾ എന്തെടുത്താൽ 0, ഇവിടെ ടൈം എത്ര ടി, അപ്പോൾ 0 മുതൽ ടി വരെ. അപ്പോൾ ഇനീഷ്യൽ ടൈം 0, ഫൈനൽ ടൈം ടി, അങ്ങനെ എഴുതുക. മനസ്സിലായോ? ഇനി ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ എഴുതാം. മാത്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇത് നമ്മളൊന്ന് പറയാം. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് വെച്ചാൽ എക്സ് ആണ്. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആണ്, അതിൻ്റെ ആൻസർ എക്സ് ആണ്. ഇനി ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ്, എക്സ് റൈസ് ടു എൻ ഡി, വെറും ഡി എക്സ് വരുമ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ എക്സ് ആണ്. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസറാണേ പറയുന്നത്. ആൻസർ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 എന്നാണ്. അതിൻ്റെ ആൻസർ എക്സ് റൈസ് ടു എൻ പ്ലസ് 1. ഇത് ആൻസറാണ്, ആൻസർ അത് ചെയ്താലുള്ള ആൻസറാണ് എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ ഈ 2 റിസൾട്ട് മതി. ഇൻ്റഗ്രേഷൻ്റെ ഈ 2 റിസൾട്ട് ഉപയോഗിച്ച് നമുക്കിപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ റിസൾട്ട് ഓർമ്മിക്കുക. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ്, ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1, അത് ആൻസർ. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ? ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞാലോ ഒന്നുമില്ല, എക്സിൻ്റെ സ്ഥാനത്ത് വി വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുമ്പം എക്സ്, അങ്ങനെ വരുമ്പം ഇൻ്റഗ്രൽ ഡി വി എന്ന് പറയുമ്പോൾ വി, ഇൻ്റഗ്രൽ ഡി വി എന്ന് പറയുമ്പോൾ വി.
അപ്പോൾ ഇതിൻ്റെ ആൻസർ വി. ആൻസറാണ് വി. ഇതിൻ്റെ ആൻസർ വി. ഇൻ്റഗ്രൽ ഡി വി എന്ന് പറയുമ്പോൾ വി. ഇനി ഈ യു വി എന്ന് എഴുതി വെച്ചില്ലേ, അതെന്ത് ചെയ്യും? ഇതിൻ്റെ പേര് ലോവർ ലിമിറ്റ്, ഇതിൻ്റെ പേര് അപ്പർ ലിമിറ്റ് എന്നല്ലേ. അതും എന്ത് വെച്ചാൽ അപ്പോൾ നമ്മൾ ആൻസർ എഴുതി ഇൻ്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞാൽ ആൻസർ വി. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് വെച്ചാൽ എക്സ്. ഇൻ്റഗ്രൽ ഡി വി എന്ന് പറയുമ്പോൾ വി. ആൻസർ വി ആണ്. ഇനി ഇത് ആൻസറാണ്. ആൻസർ കിട്ടിയാൽ നമുക്ക് ആൻസറിനെ നിങ്ങളൊരു സ്ക്വയർ ബ്രാക്കറ്റിലിടണം. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും നിങ്ങൾ മാത്സ് പഠിക്കും. ഓക്കെ, ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാം. അപ്പോൾ ഇൻ്റഗ്രൽ ഡി വി എന്ന് പറയുമ്പോൾ ആൻസർ വി. ഇനി അതിൻ്റെ ലിമിറ്റ് ഉള്ളത് യു വി, അതിന് ആൻസർ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുക. എന്നിട്ട് ഇവിടെ യു എഴുതുക, ഇവിടെ വി എഴുതുക, അങ്ങനെ എഴുതുക. ഇതിൻ്റെ പേര് ലോവർ ലിമിറ്റ്, ഇതിൻ്റെ പേര് അപ്പർ ലിമിറ്റ്. ഈക്വൽ ടു എ ഇൻ്റഗ്രൽ ഡി വി. ഇൻ്റഗ്രൽ ഡി വി എന്ന് വെച്ചാൽ വി ആണല്ലോ. അതുപോലെ ഇൻ്റഗ്രൽ ഡി ടി. അപ്പോൾ ഡി വി എന്ന് പറയുമ്പോൾ വി, അതുപോലെ ഡി ടി എന്ന് പറയുമ്പോൾ ടി. അപ്പോൾ അതിൻ്റെ ആൻസർ ടി. ഇൻ്റഗ്രൽ ഡി ടി എന്ന് വെച്ചാൽ ടി. അതിനെയും ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുക. ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് ഇവിടെ 0, ഇവിടെ ടി. അപ്പോൾ പുറമെ ഇവിടെ 0 എഴുതുക, ഇവിടെ ടി എഴുതുക. മനസ്സിലായോ? ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇൻ്റഗ്രേഷനിൽ ചെയ്യേണ്ട റൂൾസൊക്കെയാണ് ഓരോന്നായിരുന്നു പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത? ഫസ്റ്റ് കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്തു. ആക്സലറേഷൻ യൂണിഫോം കോൺസ്റ്റൻറ്റ് അത് പുറത്തെടുത്തു. പിന്നെ പറഞ്ഞെന്നാൽ ഇവിടെ വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റീൻ്റെ ലിമിറ്റ് കൊടുക്കണം. വെലോസിറ്റീൻ്റെ ലിമിറ്റ്, അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എഴുതുക, ഫൈനൽ വെലോസിറ്റി എഴുതുക. ഇവിടെ ടൈമാണ്. അപ്പോൾ ടൈമിൻ്റെ ലിമിറ്റ്, ടൈം എവിടെ മുതൽ എവിടെ വരെ. ടൈം ആദ്യം 0 പിന്നെ ടി. അപ്പോൾ 0 ടി അങ്ങനെ കൊടുക്കുക. ഇനി ഇൻ്റഗ്രൽ ഡി വി എന്ന് വെച്ചാൽ വി, ഇൻ്റഗ്രൽ ഡി ടി എന്ന് വെച്ചാൽ ടി. അത് ആൻസറാണ്. ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ലിമിറ്റ് യു വി ഇവിടെ എഴുതുക, 0 ടി ഇങ്ങനെ എഴുതുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വിൻ്റെ സ്ഥാനത്ത് വിക്ക് പകരം ആദ്യം നിങ്ങൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക. ഇതിന് പകരം അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഈ സ്ഥാനം വി, ഇതിൻ്റെ പേരാ ലോവർ ലിമിറ്റ്. വിൻ്റെ സ്ഥാനത്ത് ആദ്യം അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ വി തന്നെ, വി. വിൻ്റെ സ്ഥാനത്ത് വി കൊടുത്തു, അപ്പർ ലിമിറ്റ് കൊടുത്തു. എന്നിട്ട് മൈനസ് ഇടുക. അപ്പർ ലിമിറ്റ് കൊടുത്തതിന് ശേഷം മൈനസ് ഇടുക. പിന്നെ ഈ വിക്ക് പകരം വിൻ്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് ആരാ? യു. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ഇടുക. പിന്നെ വിൻ്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് യു അത് കൊടുക്കുക. ഈക്വൽ ടു എ ഇൻറ്റു ആദ്യം ടീൻ്റെ സ്ഥാനത്ത്, ഈ ടീൻ്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇത് ടീൻ്റെ സ്ഥാനത്ത് ടി തന്നെ, മൈനസ്. ഇനി ഈ ടീൻ്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് കൊടുക്കുക. ടീൻ്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0, ടീൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക, ലോവർ ലിമിറ്റ്. അപ്പോൾ വി മൈനസ് യു ഈക്വൽ ടു എ ടി. മൈനസ് യു അപ്പുറം പോയാൽ പ്ലസ് യു. അപ്പോൾ വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ കിട്ടിയ വി ഈക്വൽ യു പ്ലസ് എ ടി. ഈ ഇക്വേഷന് വേറൊരു പേരുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഈ ഇക്വേഷന് വേറൊരു പേരുണ്ടായിരുന്നു. ഇതിൻ്റെ പേരായിരുന്നു വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ടൈം റിലേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, റെഡി? അടുത്ത നെക്സ്റ്റ് ഇക്വേഷൻ നോക്കാം. ഇതൊക്കെ ചെയ്ത് പഠിക്കേണ്ടതാണേ, വെലോസിറ്റി ടൈം റിലേഷൻ. നെക്സ്റ്റ് അടുത്തത് നമ്മൾ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചത് ആക്സലറേഷൻ്റെ ഇക്വേഷൻ ഡി വി ബൈ ഡി ടി അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡി എക്സ് ബൈ ഡി ടി. ഒന്നുമില്ല, അത് ഓർമ്മിച്ച് വെക്കാനുള്ളൊരു കാര്യം പറയുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം ഫസ്റ്റ് പാർട്ടിൽ ചാപ്റ്റർ തുടങ്ങി ആ ഓർഡർ നിങ്ങൾ ഓർമ്മിച്ചോളൂ. ഫസ്റ്റ് നിങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചു. ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ തൽക്കാലം എക്സ് എടുക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്. ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചതിന് ശേഷം നിങ്ങൾ വെലോസിറ്റി പഠിച്ചു. വെലോസിറ്റി പഠിച്ചതിന് ശേഷം നിങ്ങൾ ആക്സലറേഷൻ പഠിച്ചു. അപ്പോൾ ഇങ്ങനെയാണ്, ഈ ഓർഡറിലാണ് നിങ്ങൾ പോയത്. ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ. വെലോസിറ്റി കാണണമെങ്കിൽ ഇങ്ങനെ എടുക്കണം, ഡി എക്സ് ബൈ ഡി ടി. ഇത് വെച്ചിട്ട് കാണണം, ഡി എക്സ് ബൈ ഡി ടി. ഇനി ഇത് കാണണമെങ്കിൽ ആക്സലറേഷൻ കാണണം, ഇത് വെച്ച് ചെയ്യണം. അപ്പോൾ ഡി വി ബൈ ഡി ടി. ഇത് ഡി എക്സ് ബൈ ഡി ടി, ഇത് കാണണേ ഡി വി ബൈ ഡി ടി. ഇതിൽ നിന്ന് വരും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഈക്വൽ ഡി എക്സ് ബൈ ഡി ടി.
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ അല്ലെ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അങ്ങനെയാണെങ്കിൽ ഡി ടി ഇങ്ങോട്ട് എടുത്താൽ എന്ത് വരും? വി ഡി ടി ഈക്വൽ ടു ഡി എക്സ്. അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു വി ഡി ടി, ഡി എക്സ് ഈക്വൽ വി ഡി ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ചെയ്ത പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റിംഗ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ഇൻ്റഗ്രൽ ഡി എക്സ്. ഇവിടെ എന്ത് വരും? ഇൻ്റഗ്രൽ വി ഡി ടി. ഇവിടെ ഇൻ്റഗ്രൽ ഡി എക്സ്, ഇവിടെ ഇൻ്റഗ്രൽ വി ഡി ടി. രണ്ട് സൈഡ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഒരു ചെറിയൊരു കാര്യം കൂടി തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു വി ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ ഒന്നാമത്തെ ഇക്വേഷൻ? വി ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ? വി ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ ഈ വിയുടെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിക്ക് പകരം യു പ്ലസ് എ ടി എന്ന് കൊടുക്കുക. ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ കൊടുക്കുക, വിക്ക് പകരം യു പ്ലസ് എ ടി എന്ന് കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വിയുടെ സ്ഥാനത്ത് യു പ്ലസ് എ ടി എന്ന് കൊടുത്തു. വിയുടെ സ്ഥാനത്ത് യു പ്ലസ് എ ടി കൊടുത്തു. വിക്ക് പകരം യു പ്ലസ് എ ടി, അതിൻ്റെ കൂടെ ഇങ്ങനെയുണ്ട് ഡി ടി. വിയുടെ സ്ഥാനത്ത് യു പ്ലസ് എ ടി ഡി ടി. ഓക്കെ, അപ്പോൾ വിയുടെ സ്ഥാനത്ത് യു പ്ലസ് എ ടി എന്ന് കൊടുത്തതാണ്. അപ്പോൾ എന്തായി? ഇൻ്റഗ്രൽ ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഇവിടെ എന്താ വരുന്നത്? ഇവിടെ ഫസ്റ്റ് ടേം യു അല്ലേ, ബ്രാക്കറ്റിന് പുറത്ത് ഡി ടി ഇല്ലേ? അപ്പോൾ യു ഇൻറ്റു ഡി ടി യു ഡി ടി പ്ലസ് പിന്നെന്താ വരുന്നത്? എ ടി ഇൻറ്റു ഡി ടി ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ പ്ലസ് വന്നുകൊണ്ട് ഇവിടെ രണ്ട് ടേം വന്നു, ഇങ്ങനൊരു ടേം വന്നു, ഇങ്ങനൊരു ടേം വന്നു. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഈക്വൽ ടു ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇൻ്റഗ്രൽ ഓഫ് യു ഡി ടി, ഇങ്ങനെ ആദ്യം ഇതിനെ ചെയ്യുക. ഇൻ്റഗ്രൽ ഓഫ് യു ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് എ ടി ഡി ടി, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത് ഒന്നുമില്ല. ആദ്യം ഇതിനെ ചെയ്യുക, പിന്നെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എഴുതി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളെന്താ പറഞ്ഞത്? കോൺസ്റ്റൻസിനെ പുറത്തെടുക്കണം. അവിടെ വെക്കട്ടെ. ഇൻ്റഗ്രൽ ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ യു എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു കാർ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഇപ്പോൾ 20 m/s പറയുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി 20 എന്ന് കാർ മൂവ് ചെയ്യുന്ന ഇനീഷ്യൽ വെലോസിറ്റി 20 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 20 എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഇനീഷ്യൽ വെലോസിറ്റി 20 തന്നെയാണ്. ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് യു പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ ഡി ടി. അതുപോലെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനാണ്. അപ്പോൾ ആക്സലറേഷൻ യൂണിഫോമാണ് മീൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എ പുറത്തെടുക്കുക. എ ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഡി ടി. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലുള്ളത് എക്സ് അല്ലേ? എക്സ് ഉദ്ദേശിക്കുന്ന പൊസിഷനാണ്. എക്സ് അല്ലേ ഉള്ളത്? ഇതിൻ്റെ ഉള്ളിലുള്ളത് എക്സ് ആണ്. അപ്പോൾ ലിമിറ്റ് കൊടുക്കേണ്ടത് എക്സിനാണെന്ന് പറഞ്ഞാൽ ഇത് എക്സിൻ്റെ വാല്യൂ ഉണ്ട്. നിങ്ങൾ ആദ്യം ഇത് എക്സ് സീറോ ആണ് ആദ്യത്തെ വാല്യൂ, അവസാനത്തെ വാല്യൂ എക്സ് തന്നെ. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ x0, ഫൈനൽ വാല്യൂ എക്സ്. പൊസിഷൻ അളക്കേണ്ടത് എവിടെ മുതലാണ്? ഒറിജിൻ മുതലാണ്. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ ഇവിടെയല്ലേ? അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ ഉള്ളത് x0 അല്ല, ഫൈനൽ പൊസിഷൻ ഉള്ളത് എക്സിലാണ്. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ x0, ഫൈനൽ പൊസിഷൻ എക്സ്. ഇവിടെ ലിമിറ്റ് കൊടുക്കുക. ഇത് ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ ആരാണോ, ഇൻ്റഗ്രേഷൻ സിമ്പലിൻ്റെ ഉള്ളിൽ ആരാണോ അതിനാ ലിമിറ്റ് കൊടുക്കേണ്ടത്. ഇവിടെയുള്ളത് എക്സ് ആണ്. അപ്പോൾ ലിമിറ്റ് കൊടുക്കേണ്ടത് എക്സിനാണെന്ന് പറഞ്ഞാൽ ആദ്യം x0, അവസാനം x0 x. ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലുള്ളത് ഡി ടി, ടൈം അല്ലേ? ടൈമാണ്. അപ്പോൾ ടൈമിന് കൊടുക്കണം. ടൈം ആദ്യം 0, ഇവിടെ ടി, നേരത്തെ കൊടുത്ത പോലെ ടൈമിനാണ് കൊടുക്കേണ്ടത്. ടൈം 0 പിന്നെ ടി, ഇവിടെ 0 ഇവിടെ ടി, ഇവിടെയും ടൈമാണ്. അപ്പോൾ ടൈമിന് 0 ടി. ഓക്കെ, ഇനി നോക്കുക. ഇൻ്റഗ്രൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് വെച്ചാൽ എക്സ് ആണ്. അതുപോലെ ഇതാ ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് വെച്ചാൽ ആൻസർ എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എക്സ് ആണ്. ഇതിൻ്റെ ആൻസർ കിട്ടി. ഞാൻ എന്താ പറയുക, ആൻസർ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടണം. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് വെച്ചാൽ എക്സ്, അതിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടു. ഇനി ലിമിറ്റ് കൊടുക്കണം. x0 ഉം x ഉം ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇവിടെ x0 കൊടുക്കുക, ഇവിടെ x കൊടുക്കുക.
ഓക്കെ. പിന്നെ യു ഉണ്ട്. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് വെച്ചാൽ എക്സ് ആണല്ലോ. അതുപോലെ ഇൻ്റഗ്രൽ ഡി ടി എന്ന് വെച്ചാൽ ടി ആണ്. ഇൻ്റഗ്രൽ ഡി ടി എന്ന് വെച്ചാൽ ടി ആണ്. അപ്പോൾ ആൻസർ ടി ആണ്. ആൻസർ ഇതാ ടി ആണ്. ഇൻ്റഗ്രൽ ഡി ടി എന്ന് വെച്ചാൽ ടി, ആൻസർ ടി. അപ്പോൾ ആ ആൻസറിനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. എന്നിട്ട് ഇവിടെ 0, ഇവിടെ ടി, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ടി ഇങ്ങനെ കൊടുക്കണം. പ്ലസ് ഇനി ഇതൊന്നും നമുക്കൊന്ന് ചെയ്യാം. എ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ചെയ്യാം. ഇവിടെ ഉള്ളത് ഇൻ്റഗ്രൽ ടി ഡി ടി എന്നല്ലേ. ഇൻ്റഗ്രൽ ടി ഡി ടി നോക്കുക, ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. ഇൻ്റഗ്രൽ ടി ഡി ടി, ഇൻ്റഗ്രൽ ടി ഡി ടി എന്നാണ് ഉള്ളത്. ഓക്കെ. ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ്, പക്ഷേ ഇങ്ങനെ വന്നാൽ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ, അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഡി എക്സ് ഉണ്ടാവേ. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇതാണല്ലേ ആൻസർ. ഇത് ഈ സംഭവത്തിൻ്റെ ആൻസറാണിത്. ഈ ഫോമിലാണ് ഇതുള്ളത്. എക്സിൻ്റെ സ്ഥാനത്ത് ഇതാ ഡി എക്സിന് പകരം ഡി ടി ഉണ്ടോ. എക്സിൻ്റെ സ്ഥാനത്ത് ടി റേസ് ടു, ഇവിടെ ഒന്നുമില്ലെങ്കിൽ 1 എഴുതി കൂടെ, ടി റേസ് ടു 1 ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നിൻ്റെ സ്ഥാനത്ത് 1 ആണ്. എന്നിൻ്റെ സ്ഥാനത്ത് 1 ആണ്. ഓക്കെ. ഇവിടെ 1 എഴുതാം, ഒന്നുമില്ലെങ്കിൽ 1 എഴുതാം. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 1 ആണ്. ടി റേസ് ടു 1 ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ എഴുതാം? എക്സ് എന്ന് പറയുമ്പോൾ ആരാ? ടി. ഇതാ എക്സിന് പകരം ടി അല്ലേ. റേസ് ടു n + 1 n നോക്കൂ, n എത്രയാണ്? 1. എന്നിന് പകരം 1. n + 1 തന്നെ, എന്നിന് പകരം 1 + 1 ബൈ അഗെയിൻ n + 1. n എത്രയാണ്? n 1 ആണ്. 1 + 1. അപ്പോൾ ആൻസർ t²/2 ആണ്. t²/2. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാ ഇൻ്റഗ്രൽ ടി ഡി ടി, ഈ സാധനം. അതിൻ്റെ ആൻസർ കിട്ടിയ t²/2 എന്നാണ്. ഒരു എ ഉണ്ട്, എവിടെ ഉണ്ട്? എ ഉണ്ട്. പിന്നെ കൂടാതെ ഇതിൻ്റെ ആൻസർ എത്രയാണ്? t²/2. ആൻസർ t²/2 ആണ്. ഇനി ആൻസർ കിട്ടിയാൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. പിന്നെ ഇവിടെ 0 എഴുതണം, ഇവിടെ ടി എഴുതണം. 0 എഴുതി ടി എഴുതി. ഓക്കെ. ഇത് ഞാനൊന്ന് വായിക്കുന്നുണ്ടേ. ഇനി എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യം എക്സിന് പകരം നേരത്തെ നമ്മൾ ചെയ്ത അതേ സംഭവം തന്നെ. ആദ്യം എക്സിന് പകരം അപ്പർ ലിമിറ്റ് കൊടുക്കണം. ഇതിന് പകരം അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ. എക്സിന് പകരം എക്സ് തന്നെ. എന്നിട്ട് മൈനസ് ഇടണമെന്ന് ഞാൻ പറഞ്ഞു. മൈനസ് ഇട്ടിട്ട് എക്സിന് പകരം ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് ഏതാ? x0. എക്സിന് പകരം x0. അപ്പോൾ x - x0 ഈക്വൽ ടു യു ഇൻറ്റു, അതേപോലെ ഇവിടെയും ചെയ്യണം. ആദ്യം ടിക്ക് പകരം ടി തന്നെ മൈനസ്, പിന്നെ ഈ ടിക്ക് പകരം 0 കൊടുക്കണം. എന്താ ഉള്ളത്? എ ഇൻറ്റു ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഈ ടിക്ക് പകരം ടി തന്നെ. അപ്പോൾ പക്ഷേ ഒരു സ്ക്വയറും ഉണ്ട് അവിടെ. ടിക്ക് പകരം ടി കൊടുക്കുമ്പോൾ t²/2. പിന്നെ മൈനസ് ഇട്ടിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? പിന്നെ ഈ ടിക്ക് പകരം 0 കൊടുത്താൽ എന്ത് ചെയ്യും? ടിക്ക് പകരം 0 കൊടുത്താൽ ടീൻ്റെ സ്ഥാനത്ത് 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 തന്നെ. 0/2 0 തന്നെ വരും. ടിക്ക് പകരം 0 കൊടുത്താൽ 0²/2. അപ്പോൾ 0 തന്നെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ x - x0 ഈക്വൽ ടു u ഇൻറ്റു ടി പ്ലസ് പിന്നെ എന്താണ്? at²/2 എന്ന് വെച്ചാൽ ഹാഫ് at²/2 അല്ലേ. അപ്പോൾ x - x0 ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at². ഇനി മക്കൾ നോക്കൂ, എന്താണ് x - x0? ഇത് ടോട്ടൽ എക്സ്, ഇത് x0. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മുടെ ഒബ്ജക്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയല്ലേ. അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് ടോട്ടൽ എക്സ്, ഇത് x0. അപ്പോൾ ഈ സംഭവമാണ് x - x0. x - x0 എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് വേണമെങ്കിൽ എസ് കൊടുക്കുക. x - x0 വരെ എസ് കൊടുക്കുക. സോ എസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at² വരും. ഓക്കെ, റെഡി. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ സെക്കൻഡ് ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ. അടുത്ത തേർഡ് വൺ നമ്മുടെ ആക്സലറേഷൻ്റെ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? dx/dt. ആക്സലറേഷൻ്റെ ഇക്വേഷൻ dv/dt.
ഇത് നമ്മൾ ക്ലാസ് ചെയ്താൽ ഈ പറയാൻ പോകുന്ന സംഭവം ഞാൻ ക്ലാസ് ചെയ്തതാണ്. എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കൂടി ചെയ്ത് കാണിക്കുക. ആക്സലറേഷൻ ഡി വി ബൈ ഡി ടി അല്ലേ, ഇതിങ്ങനെ എഴുതുക ഡി വി ബൈ ഡി എക്സ് ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. നോക്കൂ, നിങ്ങൾ നോക്കൂ, ഈ ഇക്വേഷനെ ഇങ്ങനെ എഴുതാം. കാരണം ഇവിടെ ഡി എക്സ് ഉണ്ട്, ഇവിടെ ഡി എക്സ് ഉണ്ട്. ഡി എക്സും കട്ടാവും. ഡി എക്സും കട്ടായി. ഡി എക്സും കട്ടായാൽ പിന്നെ ബാക്കി ആരാളെ ഡി വി ബൈ ഡി ടി ഇതാ. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇനി ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആരാ? ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഡി എക്സ് ബൈ ഡി ടി ആണ് വെലോസിറ്റി. ഈ ഡി എക്സ് ബൈ ഡി ടി ആണ് നമ്മുടെ വെലോസിറ്റി. അപ്പോൾ ആക്സലറേഷൻ ഈക്വൽ ടു ഇത് വെലോസിറ്റി, അത് ഞാൻ ആദ്യം എഴുതുന്നത്. ഈ വി വെലോസിറ്റി, ഇത് വെലോസിറ്റിയാണ്. വെലോസിറ്റി ഞാൻ ആദ്യം എഴുതും വി, ഇതിന് പകരം വി എഴുതി. പിന്നെ ആരാളുള്ളത്? ഡി വി ബൈ ഡി എക്സ്. ഇനി ഇതൊന്ന് ലെഫ്റ്റിലേക്ക് എടുത്തോ. അപ്പോൾ എ ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു വി ഡി വി, അങ്ങനെ കിട്ടൂലേ? അപ്പോൾ വി ഡി വി ഈക്വൽ ടു എ ഇൻറ്റു ഡി എക്സ്. ഇനി നമ്മൾ ഇതിനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തോളൂ. ഇൻ്റഗ്രേറ്റിംഗ് എന്ത് വരും? ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ വി ഡി വി ഇങ്ങനെ വായിക്കും. ഇൻ്റഗ്രൽ വി ഡി വി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഡി എക്സ്. ഓക്കെ, ഇതിൽ ആരാണ് കോൺസ്റ്റൻറ്റ്? വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല. വെലോസിറ്റി കോൺസ്റ്റൻറ്റിനെ മാത്രമേ പുറത്തെടുക്കാൻ പറ്റൂ. വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല. ഇത് മൂവ് ചെയ്യുന്ന എങ്ങനെ? യൂണിഫോം ആക്സലറേഷനില്ല. യൂണിഫോം ആക്സലറേഷൻ എന്ന് വെച്ചാൽ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഒരേ ഓർഡറിൽ ഇങ്ങനെ എന്താകുന്നുണ്ട്? ചേഞ്ച് ആവുന്നുണ്ട്. വെലോസിറ്റി ചേഞ്ച് ആവുന്നുണ്ട്. വെലോസിറ്റി ആദ്യം യു ആണ്, യു. പിന്നെ വെലോസിറ്റി ഇങ്ങനെ ഒരേ ഓർഡറിൽ ചേഞ്ച് ആയി വി ആവുന്നു. വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട്. ആക്സലറേഷൻ ആണ് കോൺസ്റ്റൻറ്റ്, യൂണിഫോം. വെലോസിറ്റി ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല. അതുകൊണ്ട് വെലോസിറ്റി പുറത്തെടുക്കരുത്. അപ്പോൾ ഇങ്ങനെ തന്നെ വരും. അപ്പോൾ ഇൻ്റഗ്രൽ വി ഡി വി, വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, അപ്പോൾ വെലോസിറ്റി ആ ഉള്ളിൽ തന്നെ വെക്കണം. പക്ഷേ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആക്സലറേഷൻ പുറത്തെടുക്കാം. കാരണം യൂണിഫോം ആക്സലറേഷനാണ്. ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ് ഡി എക്സ്. ഇനി ലിമിറ്റ് കൊടുക്കുക. ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലുള്ളത് വി അല്ലേ? ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലുള്ളത് വി ആണ്. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ എഴുതണം, ഫൈനൽ വെലോസിറ്റി ഇവിടെ എഴുതണം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി വി, അങ്ങനെ എഴുതണം. അപ്പോൾ വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റീൻ്റെ കൊടുക്കുക, ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി. ഇവിടെ കണ്ട നിങ്ങൾ ഡി എക്സ്, അപ്പോൾ എക്സ് ആണല്ലോ, എക്സ്. അപ്പോൾ എക്സിനാണ് കൊടുക്കേണ്ടത്. എക്സ് ഇനീഷ്യൽ ഇവിടെ കൊടുക്കണം, ഫൈനൽ ഇവിടെ കൊടുക്കണം. എക്സിൻ്റെ ഇനീഷ്യൽ എക്സ് എന്ന് പറഞ്ഞാൽ ഏതാ? എക്സ് 0. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ x0, ഫൈനൽ എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ. അപ്പോൾ ഇവിടെ x0 എഴുതണം, ഇവിടെ എക്സ് എഴുതണം. കണ്ടോ? ഓക്കെ, ഇവിടെ ഉള്ളത് ഇൻ്റഗ്രൽ വി ഡി വി. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇൻ്റഗ്രൽ വി ഡി വി. കണ്ടോ? വി ഡി വി, ഇൻ്റഗ്രൽ വി ഡി വി. വെറും വി അല്ലേ? വി എന്ന് പറയുമ്പോൾ എന്നാൽ വി റേസ് ടു 1 എന്ന് പറഞ്ഞാൽ വി തന്നെ, വി റേസ് ടു 1. അപ്പോൾ ഈ റിസൾട്ട് ആയിട്ട് കമ്പയർ ചെയ്യും. ഇതാ എക്സിൻ്റെ സ്ഥാനത്ത് വി, ഡി എക്സിൻ്റെ സ്ഥാനത്ത് ഡി വി. കണ്ടോ? അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് വി, റേസ് ടു n + 1. n നോക്കൂ, n എത്രയാണ്? 1. n 1 ആണ്. അപ്പോൾ n + 1 എന്ന് പറഞ്ഞാൽ 1 + 1 ബൈ അഗെയിൻ n + 1. n + 1 എന്ന് പറയുമ്പോൾ 1 + 1, n 1 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ v²/2 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ വി ഡി വി ആൻസർ എന്താണ്? v²/2. അപ്പോൾ ഇതിൻ്റെ ആൻസർ v²/2. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ v²/2 ആണ്. ആൻസർ കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. എന്നിട്ട് ഇവിടെ യു വി അല്ലേ? യു എഴുതണം, ഇവിടെ വി എഴുതണം. എ. ഇനി ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എക്സ് തന്നെ. ഇൻ്റഗ്രൽ ഡി എക്സ് പറഞ്ഞാൽ എക്സ് തന്നെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എക്സ് തന്നെ. വെറും ഡി എക്സ് വന്നാൽ ആൻസർ എക്സ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് പറഞ്ഞാൽ എക്സ്. അപ്പോൾ ആൻസർ എക്സ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇവിടെ x0, ഇവിടെ x0 എക്സ് ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാ? വീൻ്റെ സ്ഥാനത്ത് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കണം അല്ലേ? വീൻ്റെ സ്ഥാനത്ത് വി തന്നെ. അപ്പോൾ v². ഈ വീൻ്റെ സ്ഥാനത്ത് വി തന്നെ. അപ്പോൾ v² ഉണ്ട്. v² അടി ഡിനോമിനേറ്റർ 2 ഉണ്ട്. പിന്നെ മൈനസ് ഇടണം. പിന്നെ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? പിന്നെ ഈ വിക്ക് പകരം ലോവർ ലിമിറ്റ് കൊടുക്കണം. വീൻ്റെ സ്ഥാനത്ത് യു കൊടുക്കണം. അപ്പോൾ വീൻ്റെ സ്ഥാനത്ത് യു കൊടുത്താൽ u² ആവും. വിക്ക് പകരം യു കൊടുക്കുക. അപ്പോൾ u²/2 ആവും. റെഡി അല്ലേ? ഈക്വൽ ടു എ. ഇവിടെ എ ഉണ്ട്.
ഇനി എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞേ, ഇനി എക്സിന് പകരം എക്സ് തന്നെ, എക്സിന് പകരം എക്സ് തന്നെ, എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് തന്നെ, ആദ്യം എക്സ് തന്നെ, പിന്നെ മൈനസ് ഇട്ടിട്ട് എക്സിന് പകരം എക്സ് സീറോ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇതിൽ ഈ രണ്ടിൻ്റെയും ഡിനോമിനേറ്ററിൽ 2 അല്ലേ ഉള്ളത്, ഡിനോമിനേറ്ററിൽ 2 ആയതുകൊണ്ട് ഇങ്ങനെ എഴുതിക്കൂടെ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ. എക്സ് മൈനസ് എക്സ് സീറോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും, ഇത് എക്സ് സീറോ, ഇത് ടോട്ടൽ എക്സ്, ഇവിടെ മുതൽ എക്സ് മൈനസ് എക്സ് സീറോ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ, അതിൻ്റെ പേരല്ലേ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. എക്സ് മൈനസ് എക്സ് സീറോ ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ ദൂരം അല്ലേ. അപ്പോൾ എക്സ് മൈനസ് എക്സ് സീറോ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് സീറോ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതിന് നമ്മൾ എസ് കൊടുക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് എസ്, എക്സ് മൈനസ് എക്സ് സീറോന് പകരം എസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എ എസ് വരും. അപ്പോൾ 2 റൈറ്റിലേക്ക് പോയാലോ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as അല്ലേ, സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ 2as. അപ്പോൾ വി സ്ക്വയർ എന്താവും, മൈനസ് യു സ്ക്വയർ അപ്പുറം പോയാൽ പ്ലസ് യു സ്ക്വയർ, അപ്പോൾ യു സ്ക്വയർ പ്ലസ് യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ വി സ്ക്വയർ ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as കിട്ടിയില്ലേ. ഈ ഇക്വേഷൻ്റെ പേരെന്തായിരുന്നു, ഇതിൻ്റെ പേര് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ അല്ലേ, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. ഓക്കെ, അപ്പോൾ ഈ 3 ഇക്വേഷൻ ഈ മെത്തേഡ് വഴിയും ഡിറൈവ് ചെയ്യാം. ഈ മെത്തേഡ് കാൽക്കുലസ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ, എല്ലാം 3 ഇക്വേഷൻ ഇങ്ങനെ ഡിറൈവ് ചെയ്യുന്നതും ചെയ്ത് പഠിക്കണം. പിന്നെ ഇൻ്റഗ്രേഷൻ സംഭവം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സിൽ ചോദിക്കാം. നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്നൊരു സംഭവം ആയതുകൊണ്ട് മാത്സിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബേസിക് ക്ലാസ് നിങ്ങൾക്ക് എടുത്ത് തന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ടൈമായി, ക്ലാസ് നിർത്തുകയാണ്. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ് പറയാം. ഓക്കെ.